മുനമ്പ് കമ്മീഷൻ പറ്റിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് ഹൈക്കോടതിയിൽ നിന്നൊരു പരാമർശമുണ്ടായി. അപ്പോൾ മുനമ്പത്തുകാരൊക്കെ ഞെട്ടിക്കാണില്ലേ? മുൻപത്തുകാർ ഞെട്ടാനായിട്ട് അത് ഏത് പത്രത്തിൽ അങ്ങനെ വാർത്ത കൊടുത്തത്? ഞാനിന്ന് ദീപിക പത്രം നോക്കി. ദീപിക പത്രത്തിൽ പോലും അങ്ങനെ വാർത്തയില്ല. അപ്പോൾ പിന്നെ മറ്റു പത്രങ്ങൾ എങ്ങനെ വരാനാണ്? ദീപികയുടെ MD അച്ഛൻ നമ്മളെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ചിലപ്പോൾ നമ്മൾ പറയുന്നത് നിങ്ങൾ ദീപികനെ കുറ്റം പറയുകയാണ് എന്ന് പറയുന്നു. പക്ഷേ ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു, ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ്, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന ബഹുമാന്യനായ ആദരണീയനായ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ നിയമജ്ഞരിൽ ഒരാളായ ജസ്റ്റിസ് KT തോമസിൻ്റെ മകനാണ്. അതിപ്രഗത്ഭനായ അഭിഭാഷകൻ എന്ന നിലയിൽ പേരെടുത്ത ആളാണ് ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ്. അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത്. കേസ് കൊടുത്തത് വഖഫ് സംരക്ഷണ സമിതിക്കാരാണ്. മുനമ്പങ്കാരെ അവിടെ നിന്ന് ഇറക്കി വിടണം എന്ന് പറയുന്നവരാണ്. എന്നാൽ പോലും അവർ കേസ് കൊടുത്തതിൽ എനിക്കിപ്പോൾ സന്തോഷമുള്ള എന്നറിയാമോ? അവർ ആ കേസ് കൊടുത്തതുകൊണ്ട് സർക്കാരിൻ്റെ കള്ളക്കളി പുറത്തായി. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ഇന്നലെ ചോദിച്ചത്, ഇത് മുനമ്പത്ത് നിങ്ങളൊരു കമ്മീഷൻ ഉണ്ടാക്കിയത് ഒരു ഐ വാഷാണ്. ഐ വാഷ് എന്ന് വെച്ചാൽ മലയാള പരിഭാഷ കണ്ണുകെടുകയല്ല, കണ്ണിൽ പൊടിയിടൽ. അപ്പോൾ കണ്ണിൽ പൊടിയിടുന്നത് എപ്പോഴാണ്? പറ്റിക്കാൻ, ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്ന്, അതിനാണോ രൂപീകരിച്ചിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്നലെ ചോദിച്ചു. അത് മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, വഖഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നന്നായി എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിന് പത്രമാണ് ദീപിക. പക്ഷേ ദീപികയ്ക്ക് എന്തുകൊണ്ട് ആ വാർത്ത, ആ പരാമർശം വാർത്തയായില്ല? അതായിരുന്നു, ഞാനും മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണ്, പത്രത്തിൽ ജോലി ചെയ്ത ആളാണ്, 4 നൂറ്റാണ്ടിന് മുകളിൽ. പക്ഷേ ഇന്നലെ അതുണ്ടാകുമ്പോൾ അതായിരുന്നു ഇന്നലെ ലീഡ് ചെയ്യേണ്ടിയിരുന്ന വാർത്ത. ഇംഗ്ലീഷ് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഐ വാഷ് എന്നുള്ളത് തന്നെ വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ദീപികയ്ക്ക് പോലും തോന്നാത്തപ്പോൾ മറ്റു പത്രങ്ങൾ മുനമ്പത്തുകാരെ കടലിൽ കളഞ്ഞിട്ടാണെങ്കിലും വഖഫ് ഭൂമി, വഖഫിന് ആ ഭൂമി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന പത്രങ്ങൾ എങ്ങനെ വാർത്ത കൊടുക്കും? ഞാൻ മനോരമ കണ്ടിട്ടില്ല, മനോരമയിലും ഇല്ലായിരുന്നു, ഓടിച്ച് ഞാനൊന്ന് നോക്കി, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ മുനമ്പത്ത് കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ എന്ന് പറയുന്ന കേരള ഹൈക്കോടതിയിലെ ആക്ടിംഗ് CJ വരെ ആയിരുന്ന ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെ നിയമിച്ചത്, ആ നിയമനം, കമ്മീഷൻ്റെ നിയമനം തന്നെ ഒരു ഐവാഷ് അല്ലേ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഹൈക്കോടതി മറ്റൊന്നുകൂടെ പറഞ്ഞു, ഈ മുനമ്പം കേസിൽ മുനമ്പത്തെ ഭൂമി വഖഫാണെന്ന് പറവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവുണ്ട്. പറവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി ശരിവച്ചിട്ടുണ്ട്. അപ്പം 2 കോടതികൾ ശരിവച്ച ഒരു വിധി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ വിധി നിലനിൽക്കെ കമ്മീഷൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? കമ്മീഷൻ ആ വിധി തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ആ വിധി മറികടക്കാൻ പറ്റുമോ? ഈ കമ്മീഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തു ചെയ്യാൻ പറ്റും? പച്ച മലയാളത്തിൽ അതിൻ്റെ വ്യാഖ്യാനം ഇത്രയേ ഉള്ളൂ, ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കി, അതിൻ്റെ പേരിൽ കുറേ കാശ് പുട്ടടിക്കാം, ആളുകളുടെ മുന്നിൽ ഒരു നാടകം നടക്കാം. അതല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ മുമ്പ് ഈ കമ്മീഷനെ രൂപീകരിച്ചപ്പോൾ തന്നെ നമ്മൾ ഇതുപോലൊരു സംഭാഷണത്തിൽ പറഞ്ഞു, ഇത് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കുകയാണ്. മുനമ്പത്തുകാരെ സഹായിക്കാനല്ല, അവരുടെ ഭൂമിയിലുള്ള അവകാശം അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഭൂമി അളക്കുമല്ലോ, അപ്പോൾ മുനമ്പത്ത് ഈ വഖഫ് ഭൂമി ഏറ്റെടുക്കുന്നതിന്, വഖഫിൻ്റെ ആണെന്ന് പറയുന്നതിന് കൂടെ മറ്റൊന്നുകൂടെ ചെയ്യണം, ഭൂമി സർവേ നടത്തണം. നമ്മളിന്നലെ പറഞ്ഞില്ലേ, തിരുപ്പറംകുണ്ടം പറയുന്ന മുരുകൻ്റെ 6 പടയ വീടുകളിലൊന്നായ ആ മല വഖഫിൻ്റെ ആണെന്ന് അവിടുത്തെ രാമനാഥപുരം മുസ്ലിം ലീഗിൻ്റെ MP, രാമനാഥപുരത്തു നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ MP അവിടെ കനി എന്നയാളുടെ പേര്, അയാൾ പ്രഖ്യാപിച്ചു. കാരണം അവിടുത്തെ ലോക്കൽ MLA വന്നിട്ട് അവിടെ കയറി അളന്നു, സർവേ നടത്തി. ഞാൻ സർവേ നടത്തി, MLA സർവേ നടത്തി, DMK MLA ആണ്. പക്ഷേ DMKയും IUMലും ഒരു മുന്നണിയിലാണ്, പിന്നെ 2 പേരും ഒരു മതക്കാരുമാണ്. സർവേ നടത്തിയിട്ട് പറഞ്ഞു, അപ്പോൾ ഉടനെ MP പറഞ്ഞു ഇത് വഖഫാണെന്ന് പറഞ്ഞു. അപ്പോൾ സർവേ നടത്തണം, സർവേ നടന്നിട്ടില്ല. അപ്പോൾ മുനമ്പം കമ്മീഷൻ ഇപ്പോൾ ഒരു സർവേ നടത്തും. അപ്പോൾ വേണമെങ്കിൽ ആ സർവേയുടെ രേഖകൾ ആർക്ക് ആക്സസ് ചെയ്യാം? വഖഫ് ബോർഡിന് ഇൻ ഫ്യൂച്ചർ ആക്സസ് ചെയ്യാൻ കഴിഞ്ഞാൽ, അവിടെ സർവേ നടത്തിയിട്ടുണ്ട്, കമ്മീഷൻ നടത്തിയ സർവേ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതുകൊണ്ട് ഇത് വഖഫ് ഏറ്റെടുത്തു എന്ന് പറയാൻ കുറച്ചുകൂടി എളുപ്പമാകുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെയും സംഭവിക്കാം, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, എൻ്റെ ഒരു വിലയിരുത്തലാണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കില്ലായിരിക്കും, എന്നാലും അതിനകത്തൊരു അപകട സാധ്യതയുണ്ട്. അവിടെ സർവേ നടത്തുന്നത് സത്യത്തിൽ മുനമ്പങ്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ള സർവേയായി മാറുമോ, അത് ഉപദ്രവിക്കാനുള്ള സർവേയായി മാറുമോ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. ഈ ആശങ്ക ഞാൻ പരസ്യമായി പറയുന്നു. ജുഡീഷ്യൽ കമ്മീഷൻ സർവേ നടത്തിയാൽ, ഭൂമി അളന്ന് തിരിച്ച് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയാൽ, ആ ഡോക്യുമെൻ്റ് ഏറ്റവും പുതിയ അല്ലാതെ വഖഫ് അടക്കാൻ ചെന്ന ആളുകൾ പഞ്ചായത്തിനിടയും അല്ലേ? അപ്പോൾ കമ്മീഷൻ അളന്നു കഴിഞ്ഞാൽ, കമ്മീഷൻ അളന്നതിൻ്റെ ആ ഡോക്യുമെൻ്റ് വെച്ചിട്ട് അവിടെ ഭൂമിയിൽ സർവേ നടന്നു, ഇത് മുനമ്പം
ഇഷ്യൂവിൽ ഉണ്ടാക്കിയ കമ്മീഷനാണ്. അത് ആധികാരികമായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഈ വഖഫ് ബോർഡ് പറഞ്ഞാൽ അത് നാളെ മുനമ്പംകാർക്കൊരു പണിയാകുമോ? എനിക്കറിയില്ല, എൻ്റെ സംശയമാണ്, ചിലപ്പോൾ തെറ്റായിരിക്കാം, എന്തു ആവട്ടെ. എന്നാൽ ഇതിനൊരു സാധ്യത നമ്മൾ പറയാതിരിക്കാൻ വയ്യ. അപ്പം കോടതി എന്താ ചോദിച്ചത്? കോടതി ഇതിനെ 2-3 കാര്യങ്ങൾ ചെയ്യും. ജുഡീഷ്യൽ കമ്മീഷന് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്നിട്ട് കോടതി പറഞ്ഞു, കേരള സർക്കാർ മൈൻഡ് അപ്ലൈ ചെയ്യാതെ, മൈൻഡ് അപ്ലൈ നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ യാന്ത്രികമായി ചെയ്യുന്നു, ആത്മാർത്ഥമായി ചെയ്യുന്നു. ആത്മാർത്ഥമായി അല്ല ചെയ്തിരിക്കുന്നത്, മൈൻഡ് അപ്ലൈ ചെയ്യാതെയാണ് ഈ കമ്മീഷനെ നിയമിച്ചിരിക്കുന്നതിൻ്റെ പദാനുപത വിവർത്തനമല്ല, അതിൻ്റെ ആശയപരമായ പരിഭാഷ എന്ന് പറയുന്നത് താല്പര്യമില്ലാതെയാണ്. നമ്മളൊരു സാധനം നമുക്ക് താല്പര്യത്തോടെയും ചെയ്യാം, താല്പര്യം ഇല്ലാതെയും ചെയ്യാം. താല്പര്യത്തോടെ ചെയ്യുന്നതിനാണ് മൈൻഡ് അപ്ലൈ ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത്. താല്പര്യമില്ലാതെ എന്തെങ്കിലും ഒപ്പിച്ച് വിട്ടു. അപ്പോൾ ആളുകളെ ഒന്ന് തൃപ്തിപ്പെടുത്താൻ വേണ്ടി കമ്മീഷൻ വന്നാൽ എന്തോ മലമറിക്കും എന്നുള്ള ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി പിണറായി സർക്കാർ ചെയ്ത ഒരു ചതിയാണ് മുനമ്പം കമ്മീഷൻ എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു, വഖഫ് ഭൂമിയാണ് മുനമ്പത്തേത്, അത് പിടിച്ചെടുക്കണം, അവിടെയുള്ളവരെ അടിച്ചോടിക്കണം എന്ന് പറയുന്ന മുൻ വഖഫ് ബോർഡ് അംഗങ്ങളും മുൻ പോപ്പുലർ ഫ്രണ്ടുകാരും മുന്നാണോ ഇപ്പോഴാണോ എന്നറിയില്ല, ലീഗുമായി ബന്ധമുള്ളവരും ഒക്കെയായ ഇസ്ലാമിസ്റ്റുകൾ ചേർന്നിട്ടുള്ള സംഘടനയായ വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസിലാണ് ഈ പരാമർശം ഇന്നലെ ഉണ്ടായിരിക്കുന്നത്. ജനുവരി 29 വീണ്ടും കേസ് കോടതി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതൊരു ഐ ഓപ്പണിങ്, ആളുകളുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. കാരണം ഇപ്പോൾ സർക്കാർ എല്ലാം ചെയ്യുന്നുണ്ട്, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കമ്മീഷനെ നിയമിച്ചു, ഇനി കമ്മീഷൻ ഇങ്ങനെ നിങ്ങളെ ഉടലോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, നിങ്ങളുടെ ഭൂമിയിലുള്ള അവകാശങ്ങളെല്ലാം നിങ്ങൾക്ക് സ്ഥാപിച്ച് കിട്ടും, നിങ്ങളുടെ കരം മേടിക്കും എന്നൊക്കെ പറയുന്ന സർക്കാരിന് തലയ്ക്ക് കിട്ടിയ അതിമാരകമായ അടിയാണ്. എന്നും മാത്രമല്ല, സർക്കാർ ഉദ്ദേശശുദ്ധിയില്ലാതെ, മൈൻഡ് അപ്ലൈ ചെയ്യാതെ, ആത്മാർത്ഥതയില്ലാതെ, ഐവാഷായിട്ട് കണ്ണിൽ പൊടിയിടാനായിട്ട് ഉണ്ടാക്കിയ കമ്മീഷനാണ് ഇത് എന്ന് ABC മലയാളം അല്ല പറഞ്ഞിരിക്കുന്നത്, BJP അല്ല പറഞ്ഞിരിക്കുന്നത്, മുനമ്പം സംരക്ഷണ സമിതി അല്ല പറഞ്ഞിരിക്കുന്നത്, കേരള ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആ ജനതയോട് താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ചാനലുകൾ, ഇവിടുത്തെ ദിനപത്രങ്ങൾ അത് വലിയ വാർത്തയാക്കേണ്ടിയിരുന്നില്ലേ? അത് ചർച്ച ചെയ്യേണ്ടിയിരുന്നില്ലേ? ഹൈക്കോടതി തന്നെ ഇത് പരാമർശിച്ച സ്ഥിതിക്ക് എന്തിനാണ് ഇങ്ങനെ കമ്മീഷൻ എന്ന പേരിൽ ഒരു പ്രഹസനമുണ്ടാക്കി അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ സർക്കാർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ മാസം എത്ര ലക്ഷം രൂപ വേണം? ശമ്പളം കൊടുക്കണ്ടേ? കമ്മീഷന് ചെലവ് വേണ്ടേ? ജീവനക്കാർക്ക് ശമ്പളം വേണ്ടേ? അപ്പോൾ മുനമ്പത്തിൻ്റെ പേരിൽ വൻതോതിൽ പണം ചെലവഴിക്കാനുള്ള ഒരു കടലാസ് പുലിയാണ് ഈ കമ്മീഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേരള ഹൈക്കോടതിയാണ്. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ വളരെ നീതിയുക്തനായ നീതിമാനായ ജഡ്ജിയൊക്കെയാണ്, എന്നാൽ അദ്ദേഹത്തിന് സൽപ്പേരൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കോടതി ഒന്നുകൂടെ പറഞ്ഞു, കോടതി മുമ്പാകെ വഖഫ് സംരക്ഷണ സമിതി പറഞ്ഞിരിക്കുന്നത് വളരെ വാലിഡായ പോയിൻ്റാണ്. വഖഫ് നിയമം എന്ന് പറയുന്നത് സംസ്ഥാന നിയമമല്ല, പിന്നെയോ കേന്ദ്ര നിയമമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമം നിലനിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? വേറൊരു കമ്മീഷൻ ഉണ്ടായില്ല, ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ. എന്തിനാണ്? ED കുറിച്ച് അന്വേഷിക്കാൻ. എവിടെ പോയി ആ കമ്മീഷൻ? കമ്മീഷൻ്റെ തലക്കടി കൊടുത്തിട്ട് ഹൈക്കോടതി ഒറ്റ അടി കൊടുത്ത് കമ്മീഷൻ ഉറങ്ങിപ്പോയി. സത്യത്തിൽ അന്തസ്സുള്ള ആളുകളാണ് കമ്മീഷനിൽ ഇരിക്കുന്നെങ്കിൽ അവർ ഈ നാണംകെട്ട പരിപാടിക്ക് ഞാൻ ഇനി ഇല്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുമായിരുന്നു. ഇറങ്ങിപ്പോയുമില്ല, സർക്കാർ ഇറക്കി വിട്ടിട്ടില്ല. കമ്മീഷൻ ഇപ്പോഴും അവിടെ മറൈൻ ഡ്രൈവിലോ മറ്റുള്ള GCDയുടെ അവിടെ ഓഫീസുണ്ട്. ഹൈക്കോടതി പറഞ്ഞ് ഈ കമ്മീഷനിൽ പ്രവർത്തിക്കേണ്ടെന്ന് പറഞ്ഞു. കമ്മീഷന് ഇതിന് അധികാരമില്ല. ED കുറിച്ച്, കേന്ദ്ര ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ അന്വേഷിച്ചാൽ തൂക്കിക്കൊല്ലാൻ പറ്റുമോ കമ്മീഷന്? പക്ഷേ അങ്ങനെ ഒരു അന്വേഷണം നടത്തുന്നത് തെറ്റാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും ആ കമ്മീഷൻ തുടരുന്നുണ്ട്. കമ്മീഷനിലെ ബഹുമാന്യനായ ജഡ്ജി ഇപ്പോൾ കമ്മീഷനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് സർക്കാർ അതിന് കാശ് കൊടുക്കുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ഫ്രീ ആയിട്ട് ആരെങ്കിലും ഇരിക്കുമെന്ന് അറിയത്തില്ല. ഓഫീസൊക്കെ പ്രവർത്തനത്തിന് കാശ് വേണമല്ലോ. GCDA കോംപ്ലക്സിൽ ഇരിക്കുന്ന വാടകയെങ്കിലും കൊടുക്കേണ്ടി വരത്തില്ലേ? ഇതാണ് കമ്മീഷനുകളുടെ അവസ്ഥ. ഏതായാലും ഒരു വലിയ വല്ലാത്ത ഒരു ചതി ഇപ്പോൾ എക്സ്പോസ്ഡായി. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 100 ദിവസം കഴിഞ്ഞ് ഇപ്പോൾ 102 104 ഒക്കെ ആയി. നാളെ മുനമ്പത്തെ ആളുകൾ അവിടുത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. എന്നെ ജോഷി മയ്യാട്ടിൽ അച്ഛൻ വിളിച്ചിരുന്നു. പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്ത് അവർ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, ഏതാനും കേന്ദ്രമന്ത്രിമാർ, കേരളത്തിലെ MP മാർ, അവർക്ക് മലയാളത്തിലാണ്, ഹിന്ദി ഇംഗ്ലീഷും അറിയത്തില്ലല്ലോ പല MP മാർക്കും, മലയാളത്തിൽ ഒരു നീണ്ട കത്ത് എഴുതുന്നുണ്ട്. ആ കത്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അത് വലിയ കത്താണ്, നമുക്കത് മുഴുവൻ വായിക്കാൻ പറ്റില്ല. അതിൻ്റെ ഒരു പ്രസക്ത ഭാഗം ഞാൻ പറയാം.
വഖഫ് നിയമം 1995 ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്. നമ്മുടെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും എം പിമാർക്കും ഒക്കെ അയക്കുന്ന കത്തിലെ ഒരു ഭാഗം മാത്രം ഞാൻ വായിക്കുകയാണ്. വഖഫ് നിയമം 1995 ഭേദഗതി ചെയ്ത വഖഫ് നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ നൽകിയിരിക്കുന്ന നീതി, സാമൂഹികം, സാമ്പത്തികം, രാഷ്ട്രീയം, സ്വാതന്ത്ര്യം, വിശ്വാസം, ആരാധന, സമത്വം, പദവിയുടെയും അവസരങ്ങളുടെയും സാഹോദര്യം, വ്യക്തിഗത അന്തസ്സും ദേശീയ ഐക്യവും ഉറപ്പു നൽകുന്നത് എന്നീ മൂല്യങ്ങളുടെ പച്ചയായ നിഷേധമാണ് വഖഫ് നിയമത്തിൻ്റെ നടപ്പാക്കലിലൂടെ ഞങ്ങൾ മുനമ്പംകാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുനമ്പത്ത് 600 കുടുംബങ്ങളുടെ സ്വത്ത് വഖഫ് ബോർഡ് അന്യായമായി തട്ടിയെടുത്തു. ഇത് നിയമത്തിൻ്റെ ആധികാരികതയില്ലാതെ ഒരു വ്യക്തിയുടെയും സ്വത്ത് നഷ്ടപ്പെടില്ല എന്ന ആർട്ടിക്കിൾ 300 വിരുദ്ധമാണ്. അവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആർട്ടിക്കിൾ 300 വിരുദ്ധമാണെന്ന് മാത്രമല്ല, ഏറ്റവും പുതിയ സുപ്രീം കോടതി വിധിക്കും എതിരാണ്. സ്വത്തവകാശം, മനുഷ്യൻ്റെ സ്വത്തവകാശം ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്തു കളഞ്ഞെങ്കിലും സ്വത്തവകാശം പുനഃസ്ഥാപിക്കുന്ന ഒരു വിധി 2 മാസങ്ങൾക്കുള്ളിൽ, കഷ്ടിച്ച് 1 മാസമായാണെന്ന് തോന്നുന്നു, സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുള്ള സുപ്രധാന വിധിയുണ്ട്. ആ വിധിയുടെയും ലംഘനമാണ്. ഇനി ഇപ്പം പാർലമെൻറ്റിൽ പുതിയ വഖഫ് ബില്ല് ഈ സെഷനിൽ ടേബിൾ ചെയ്യുമെന്ന് പറയുന്നു. ടേബിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ പ്രതിപക്ഷ എം പിമാർ വലിയ പ്രശ്നം അലമ്പുണ്ടാക്കി 27-ാം തീയതി ഈ വഖഫ് ജഗദംബിയ പാലിൻ്റെ JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി കൂടി ഈ ബില്ല് അന്തിമ രൂപപ്പെടുത്തി 31-ാം തീയതി ആരംഭിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിലേക്ക് സമർപ്പിക്കാൻ വെക്കുകയാണ്. അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അലമ്പുണ്ടാക്കിയ 10 MPമാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ എന്തായാലും 2024 വഖഫ് ബില്ല്, വഖഫ് അമെൻമെൻറ്റ് ബില്ല് ഈ പാർലമെൻറ്റിൽ ഈ സെഷനിൽ മോദി കൊണ്ടുവരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പോകുന്ന നിയമത്തെക്കുറിച്ച്, നിയമ ഭേദഗതിയെക്കുറിച്ച് ഈ കത്തിൽ പറയുന്നുണ്ട്. അത് വായിക്കാം. വഖഫ് ഭേദഗതി ബിൽ 2024 പൗരന്മാർക്ക് പ്രയോജനകരമായ ക്ലോസുകൾ. അതായത് ഇപ്പോൾ വരാൻ പോകുന്ന നിയമ ഭേദഗതിയിൽ കൊണ്ട് പൗരന്മാർക്ക് എന്തെല്ലാം പ്രയോജനമുണ്ടാകുമെന്നാണ് മുനമ്പം സംരക്ഷണ സമിതി പറയുന്നത്. ഇവരൊക്കെ പറയുന്നത് എന്താണ്? പിണറായി തൊട്ട് കുഞ്ഞാലിക്കുട്ടി തൊട്ട് സതീശൻ വരെ പറയുന്ന വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സായാലും മുനമ്പംകാർക്ക് ഗുണമുണ്ടാവില്ല എന്നാണ് തള്ളുന്നത്. മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ട് വേണം അവർക്ക് പോയി ഈ ബില്ലിനെ എതിർക്കാൻ. ഏതായാലും കഴിഞ്ഞ കേരളത്തിലെ 20 MPമാരുടെ നിലപാട് നമ്മൾ അടുത്ത മാസം കാണും. ഇവന്മാരെല്ലാം മുനമ്പംകാരുടെ കൂടെയാണോ അതോ ഇവിടുത്തെ സംഘടിത ഇസ്ലാമിസ്റ്റുകളുടെ കൂടെയാണോ ശരീഅത്ത് നിയമം ഉണ്ടാക്കാനാണോ നിൽക്കുന്നത്? ഈ മാസം, വരാൻ പോകുന്ന മാസം നമ്മൾ കാണാൻ പോവുക. അപ്പോൾ ആ ബില്ലിൽ മുനമ്പംകാരെ സഹായിക്കുന്നവർ ഒന്നുമില്ല, ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള മറുപടിയായി മുനമ്പംകാർ നാളെ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും MPമാർക്കും അയക്കുന്ന കത്തിൽ ഈ ബില്ലിൽ ഉള്ള പ്രയോജനകരമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി ഞാൻ വായിപ്പിച്ചിട്ട് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. ഈ ഒന്നിന് വരെ ആണ്, AB ഇട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 3A വാക്കാലുള്ള വഖഫ് നീക്കം ചെയ്യുന്നതിലൂടെ വഞ്ചനാപരമായ അവകാശവാദങ്ങൾക്ക് തടയിടാനും അവകാശവാദങ്ങളിൽ കൃത്യതയും വ്യക്തതയും നിലനിർത്താൻ കഴിയും. അതായത് ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു വെറുതെ പറഞ്ഞാൽ ഇനി വഖഫ് ആവത്തില്ല. നിയമം പറയുക, രേഖാമൂലം എഴുതി രജിസ്ട്രേഷൻ വേണം, രജിസ്റ്റർ ചെയ്യണം. അത് വലിയ കാര്യമല്ലേ? അതായത് നിൻ്റെ അപ്പൂപ്പൻ വഖഫ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞു വന്ന് നമ്മുടെ സ്വത്ത് പിടിച്ചെടുക്കുന്ന പരിപാടി നിൽക്കും. ഏതു വ്യക്തിക്കും വഖഫ് ചെയ്യാം എന്ന് 2013 ദുരുദ്ദേശപരമായി കൂട്ടിച്ചേർത്ത ഭേദഗതി സെക്ഷൻ 3R നിന്ന് എടുത്തു കളയാനുള്ള നിർദ്ദേശം മറ്റു മതസ്ഥർക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന ഒന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സിനുവിൻ്റെ അച്ഛൻ്റെ അച്ഛൻ വഖഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ താമസിക്കുന്ന ഭൂമി നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ വഖഫ് ചെയ്തിട്ടുള്ളത് ഒരു സുലൈമാനും ജമാലും വന്ന് പറഞ്ഞാൽ മതി, വസ്തു പോകും. അപ്പോൾ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും പ്രോപ്പർട്ടി വരെ വഖഫിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന വകുപ്പാണ് 3R. അത് എടുത്തു കളയും. അതായത് വഖഫിനി മുസ്ലിം മാത്രം ചെയ്താൽ മതി. പുതിയ ഉപവകുപ്പ് 36(10) വഖഫ് ബോർഡിൻ്റെ ഏകപക്ഷീയമായ പ്രഖ്യാപനങ്ങളുടെ സാധ്യതയെ തടയും. ഗിഫ്റ്റ് ഡീഡ് എഴുതിക്കഴിഞ്ഞ് 58 വർഷത്തിന് ശേഷമാണ് 2009 മുനമ്പം ഭൂമി വഖഫായി പ്രഖ്യാപിക്കപ്പെട്ടതെന്ന് ഓർക്കുക. അതായത് 36(10) ഭേദഗതി വരുന്നതോടെ മുനമ്പംകാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എന്താ, വഖഫ് അങ്ങ് തീരുമാനിച്ചാൽ മതി, ഇത് വഖഫാണെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ആ വ്യവസ്ഥ എടുത്തു കളയും. സെക്ഷൻ 40 നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം ആക്ടിൻ്റെ ഭരണഘടനാ വിരുദ്ധതയ്ക്ക് തടയിടാനും ആർട്ടിക്കിൾ 300A പുനഃസംസ്ഥാപനത്തിനും കാരണമാകും.
അതായത് 300A പറയുന്ന ഒരാളുടെയും സ്വത്ത് നിയമപരമായ നടപടിയുടെ അല്ലാതെ ഇല്ലാതാക്കാൻ പാടില്ല എന്നാണ് ഭരണഘടന അനുച്ഛേദം 300A പറയുന്നത്. ഇവിടെ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ കോടതി ഇടപെടലിലൂടെ ഒരാൾക്ക് സ്വത്തില്ലാതാക്കാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. വഖഫ് പറയാണ് നിൻ്റെ വഖഫല്ലെന്ന് പറഞ്ഞാൽ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ കോടതിക്കും ഭരണഘടനയ്ക്കും മുകളിലാണ് വഖഫിനുള്ള അധികാരം. അത് സെക്ഷൻ 40 വഴി എടുത്തു കളയും. വെറുതെ വഖഫ് വന്നിട്ട് ഇത് വഖഫാണ് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞാൽ ഇനി വഖഫാവില്ല. അപ്പോൾ എറണാകുളം ജില്ലയിലെ കാര്യം പറയുകയാണ്. ജില്ലയിലെ പരമോന്നത റവന്യൂ അധികാരിയായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നീതിപൂർവകമായ തീരുമാനത്തിന് മുനമ്പം കാര്യത്തിൽ അവസരമുണ്ടാകും. കളക്ടർക്ക് തീരുമാനിക്കാൻ കഴിയും ഇത് വഖഫാണോ ഇല്ലയോ എന്നുള്ളത്. ഈ ഭൂമി വഖഫിന് അവകാശപ്പെടേണ്ടതില്ല എന്ന് തീരുമാനിക്കാൻ കളക്ടർക്ക് കഴിയും. ഇനി ഈ വകുപ്പ് 52(1) ഉന്മൂലനം നിരപരാധികളുടെ മേൽ കുതിര കയറിയുന്ന വഖഫ് ബോർഡിൻ്റെ ശൈലികൾക്ക് കടിഞ്ഞാണിടാൻ സഹായകമാകും. ഇപ്പോൾ വാംസി പോർട്ടലിലെ വെബ്സൈറ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരമനുസരിച്ച് ഈ വകുപ്പ് മുനമ്പം നിവാസികളുടെ മേൽ നടപ്പാക്കാനുള്ള നീക്കങ്ങളാണ് വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിൻ്റെ CEO ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അത് വ്യക്തമാക്കിയിരുന്നു. മുനമ്പംകാരുടെ പ്രക്ഷോഭത്തിലൂടെ നിലവിലുണ്ടായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടും മാത്രമാണ് ബോർഡ് അടങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഭൂമി വഖഫ് പിടിച്ചുകൊണ്ടുപോയി ബലമായി ഇവരെ കുടിയൊഴിപ്പിച്ചേനെ. കേരളത്തിൽ വലിയ ഒരു ധ്രുവീകരണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വഖഫ് ബോർഡ് കയ്യും കെട്ടി ഇരിക്കുന്നത്. സെക്ഷൻ 52(4) പരിഷ്കരണം ഇരകൾക്ക് കോടതിയിൽ അപ്പീൽ നൽകാനും കൂടുതൽ നിയമപരിരക്ഷ ലഭിക്കാനുമുള്ള സാധ്യതയുണ്ടാക്കും. ഇപ്പോൾ വഖഫ് നിയമത്തിൽ നമുക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ വ്യവസ്ഥയില്ല. റിവ്യൂ പെറ്റീഷൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ട്രിബ്യൂണലിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും എന്നത് മാറ്റിയിട്ട് 52(4) പരിഷ്കരിച്ച് എന്തു ചെയ്യും? എല്ലാവർക്കും വഖഫ് ട്രിബ്യൂണലിൻ്റെ തീരുമാനത്തിനെതിരെ അപ്പീൽ കൊടുക്കാൻ അനുവാദം ഈ നിയമ ഭേദഗതിയിലൂടെ വരും. സെക്ഷൻ 83(4) ഭേദഗതിയിലൂടെ ട്രിബ്യൂണൽ അംഗങ്ങളെ 3-ൽ നിന്ന് 2 കുറയ്ക്കുന്നത് സമുചിതമാണ്. അത് യഥാർത്ഥ ജഡ്ജിയായ ട്രിബ്യൂണൽ ചെയർമാന് കൂടുതൽ അധികാരങ്ങൾ ഉറപ്പാക്കുകയും മതപരമായ അനാവശ്യ ഇടപെടലുകളും പിടിവാശികളും ഒഴിവാക്കുകയും നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യും. ഇപ്പോൾ 3 പേരുണ്ട്. അതിലൊരാൾ മതവുമായി ബന്ധമുള്ള ആളായിരിക്കും. അയാൾ ഇനി വേണ്ട, അങ്ങനെ ഒരാളെ ഒഴിവാക്കും. എന്തിനാണ് കോടതിയുടെ സ്വഭാവമുള്ളത്? അത് മതം എന്തിനാണ്? ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിൻ്റെയും ഭൂമി ഏറ്റെടുക്കണോ വേണ്ടോ തീരുമാനിക്കാൻ മതപുരോഹിതൻ എന്തിനാ? അപ്പോൾ ഇവർ പറയുന്നത് ഇത് എല്ലാ കോടതി പോലെയാണ് ട്രിബ്യൂണൽ എന്നാ പറയുന്നത്. അല്ല, അതിനകത്ത് മതത്തിൻ്റെ ആളെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കളയും. കാരണം ഇത് അഫ്ഗാനിസ്ഥാനല്ലോ പാകിസ്ഥാനല്ലോ മതക്കോടതി തീരുമാനിക്കാൻ. ട്രിബ്യൂണൽ എന്ന പേര് ഒരു ജഡ്ജിയെ വെച്ചിട്ട് ഇപ്പോൾ ഒരു മതവുമായി ബന്ധപ്പെട്ട ഒരു താടിക്കാരനെ തലക്കെട്ടുകാരനെ അതിലെന്തിനാ വെക്കുന്നത്? അതെടുത്ത് കളയും. സെക്ഷൻ 83(9) ഭേദഗതി ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് ലഭിച്ച് 90 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ അനുവദിക്കുന്നു. അങ്ങനെ ഒരു അവകാശം ഇപ്പോൾ ഇല്ല. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. ഈ 83(9) വകുപ്പ് ഭേദഗതി ചെയ്ത് അപ്പീൽ കൊടുക്കാനുള്ള അവകാശം അനുവദിക്കുന്നു. ഇത് മേൽക്കോടതിയുടെ ഫലപ്രദവും സത്വരവുമായ ഇടപെടൽ സാധ്യമാക്കുന്നു. 6 മാസത്തിനുള്ളിൽ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ കാലതാമസത്തിനുള്ള രേഖാമൂലമുള്ള ന്യായീകരണത്തോടെ അടുത്ത 6 മാസത്തിനുള്ളിൽ തീരുമാനിക്കേണ്ടതാണെന്ന് സെക്ഷൻ 84 പുതിയ വ്യവസ്ഥ നിഷ്കർഷിക്കുന്നു. ഇത് ഇരകൾക്ക് സമയബന്ധിതമായ പ്രശ്നപരിഹാരത്തിനുള്ള വഴി തുറന്നിടുന്നു. അതായത് കേസ് വന്ന 6 മാസത്തിനകം ട്രിബ്യൂണലിൽ തീരുമാനിക്കണം. അല്ലാതെ ഉള്ള കാലം മുഴുവൻ നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. കാരണം വഖഫ് അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് എപ്പോഴേലും തീരുമാനിച്ചാൽ ഇരയ്ക്ക് നീതി കിട്ടുമോ? അതുകൊണ്ട് 6 മാസത്തിനുള്ളിൽ തീരുമാനിക്കണം. അടുത്തത് സെക്ഷൻ 108A ഒഴിവാക്കുന്നത് അങ്ങേയറ്റം ശ്ലാഘനീയമാണ്. വസ്തു സംബന്ധിയായി ഇന്ത്യയിൽ നിലവിലുള്ള മറ്റെല്ലാ നിയമങ്ങൾക്കും ഉപരിയായി വഖഫ് നിയമത്തിന് സ്ഥാനം നൽകുന്നതാണ് നിലവിലെ നിയമം. ഇന്ത്യയിലെ മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിലാണ് വഖഫ് നിയമം. അങ്ങനെ ശരീഅത്ത് നിയമത്തിൻ്റെ പരമാധികാരം എല്ലാവരുടെയും മേൽ എല്ലാവർക്കും ശരീഅത്ത് ബാധകമാക്കിയിരിക്കുന്നു. 2024 ബില്ല് അത്തരം മത അധിനിവേശങ്ങളെ തടഞ്ഞ് മതേതരത്വത്തെ സംരക്ഷിക്കുന്നതാണെന്ന് ഇവരുടെ തുറന്ന കത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ബില്ല് പാസ്സാക്കേണ്ടതാണോ? ഇത് കേരളത്തിലെ MP-മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജിനൊന്നും മനസ്സിലായതാണ്. പക്ഷേ കോൺഗ്രസ് വിരട്ടി
ലീഗ് വരട്ടി, ഫ്രാൻസിസ് ജോർജ് മിണ്ടാതെ തിരിച്ചോടി. അപ്പോൾ ഏതായാലും മുനമ്പത്തെ സമരം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. അവരുടെ പ്രാർത്ഥന പോലെ, അവരുടെ ആഗ്രഹം പോലെ ഈ വരുന്ന പാർലമെൻറ്റ് സെഷനിൽ അത് ടേബിൾ ചെയ്യപ്പെടാൻ പോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുനമ്പത്തെ സമരം ചെയ്യുന്ന എല്ലാ ബഹുജനങ്ങൾക്കും ABC മലയാളത്തിൻ്റെ അഭിവാദ്യങ്ങളോട് അറിയാം. നിങ്ങളുടെ സമരത്തിൻ്റെ കൂടെ ABC ഉണ്ടായിരുന്നു. ABC ആണ് സത്യത്തിൽ ഈ വഖഫ് ഇഷ്യൂ കേരളത്തിൽ ആദ്യം ചർച്ചയാക്കിയത്. നമ്മൾ 1 വർഷം മുമ്പ് തുടങ്ങിയ കാമ്പയിനാണ്. അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു. കേരളത്തിലെ ജനങ്ങൾ മതവാദികളല്ല, അവസരവാദ രാഷ്ട്രീയക്കാരുമല്ല, സ്വതന്ത്ര ചിന്താഗതിയുള്ള, സ്വതന്ത്ര അഭിപ്രായമുള്ള മുഴുവൻ ജനങ്ങളും മുനമ്പത്തുകാരുടെ കൂടെയുണ്ട്. മുനമ്പത്തെ സമരം വിജയിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.